യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തുവശത്തിരിക്കുന്ന ആ യേശുവിൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഐ വിത്ത് മീ? അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇഫ് ഓൺലി ഇൻ ദിസ് വേൾഡ് യു ഹാവ് ഹാഡ് കോൺഫിഡൻസ് ഇൻ ജീസസ്, ദെൻ യു ആർ ഓഫ് ഓൾ പീപ്പിൾ മോസ്റ്റ് പിറ്റിയബിൾ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ മാത്രം യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു പ്രത്യാശയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും എന്നാ പറയുന്നത്, ഓരോ പറയാം മണ്ടന്മാരാണ്. കാരണം നമുക്കറിയേണ്ട ഒരു വലിയ സത്യം ഇതാണ്, ഉയർത്തെഴുന്നേൽക്കുന്ന ഈശോ ഇന്ന് എനിക്ക് നിങ്ങൾക്കും വേണ്ടി ആണ് പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് നിങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും നല്ല സന്തോഷം വേണം. നമ്മൾ ഈ പാട്ട് പാടി ഈ സഹോദരൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ദെർ വാസ് എ ഗ്രേറ്റ് ജോയ് ഇൻ ഹിസ് ഫേസ്. എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഏത് മേഖലയിലായിക്കോട്ടെ അവിടെ വന്നിട്ട് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വി ഷാൽ സ്പീക്ക് അബൌട്ട് ദി എക്സ്പീരിയൻസ് റെസറക്ഷൻ ജോയ്, ഉയർപ്പിൽ ഉള്ള സന്തോഷം. മലയാളത്തിൽ ജോയും ഹാപ്പിനെസ്സും രണ്ടും ഒന്നാണ് അല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ജോയ് ആൻഡ് ഹാപ്പിനെസ് രണ്ടും രണ്ട് കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, എനിക്ക് യേശു ക്രിസ്തുവിൽ എനിക്ക് ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ, നമുക്കറിയാം പ്രത്യാശയെക്കുറിച്ച് റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നുണ്ട്, അവനുള്ള പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. ദാറ്റ് ഈസ് ദ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് ഇൻ ജീസസ് വിൽ നെവർ ഡിസപ്പോയിൻറ്റ് മീ. എന്തുകൊണ്ട്? കാരണം എനിക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ വിശ്വാസത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, ദ ഫൗണ്ടേഷൻ ഈസ് എ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കും. ആ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? എനിക്ക് നിത്യജീവനുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, God so loved the world that he gave his only begotten son, that whosoever believeth in him shall not perish but have everlasting life. ആമേൻ. അപ്പോൾ ആ വിശ്വാസം എന്താണ്? എനിക്കൊരു പ്രത്യാശയുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും പ്രത്യാശയില്ലേ? ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ എത്തുമെന്നുള്ള പ്രത്യാശയില്ലേ അല്ലേ? ഹലോ, ഒരു ചുവന്ന ബസ് നമ്മളെ ഒന്ന് ഇടിക്കാനിരുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിലെത്തുമെന്നുള്ള എല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. ദാറ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം? ഏറ്റവും വലിയ പ്രത്യാശ കൊളോഷ്യൻസ് ലേഖനം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിലുണ്ട്, ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഐ വിത്ത് മീ? യേശു എന്നിലാകുന്നതാണ് എൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു എന്നിലുണ്ടാകണം. ദാറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് മൈ ഗ്ലോറി. അപ്പോൾ ഈ ഗ്ലോറി എന്ന് പറയുന്ന പല വ്യക്തികളും വിചാരിക്കുന്നത് എന്താണ്? ഗ്ലോറി എന്ന് വിചാരിക്കുന്നത് എന്നാ പറയുന്നത്, ഞാൻ മരിച്ച് എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ വലിയൊരു കിരീടം പോലെ, നമ്മളുണ്ടല്ലോ ചില പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, വലിയ തലയുടെ ചുറ്റും വലിയ വട്ടത്തിലുള്ള. ദാറ്റ് ഈസ് നോട്ട് ദ ഗ്ലോറി വി ആർ ടോക്കിംഗ് അബൌട്ട്. ദ ഗ്ലോറി ഈസ്, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മക്കളുടെ കൂടെ ഉണ്ട്. ഐ വിത്ത് മീ? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ മധ്യേ വസിക്കുകയും ആ വചനത്തിൻ്റെ മഹിമ നമ്മൾ ദർശിക്കുകയും ചെയ്തു. അപ്പം ഞാനും ഈ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ട് ഒരു പറയുകയാണെങ്കിൽ അത് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് കൺസീവ്ഡ് ദ വേർഡ്, ആ മഹത്വം, വചനത്തിൻ്റെ മഹത്വം എൻ്റെ നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിൽ വെളിപ്പെടും. സോ ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് എന്താണ്? ദൈവത്തിൻ്റെ വചനം, അവൻ്റെ നാമം ദൈവ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം നമുക്കെല്ലാം അറിയാമല്ലോ. ഇൻ ദ ബിഗിനിങ് വാസ് എ വേർഡ്, ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ഐ വിത്ത് മീ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് മൈ ഗ്ലോറി. ഐ വിത്ത് മീ? ആണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, എനിക്ക് നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിന് വകയുണ്ടെങ്കിൽ ആ വചനം, ദ ഓൺലി റീസൺ വൈ യു ആൻഡ് ഐ ക്യാൻ റിജോയ്സ് ഇസ് ക്രൈസ്റ്റ് ഇസ് ഇൻ മീ. ആരൊക്കെ പറയും ക്രൈസ്റ്റ് ഇസ് ഇൻ മീ? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇംഗ്ലീഷിൽ പറയാം ജോയും ഹാപ്പിനെസ്സും രണ്ടാ. ജോയ് ഈസ് ഓഫ് എ സ്പിരിച്വൽ നേച്ചർ, ഹാപ്പിനെസ് ഇസ് ഓഫ് എ മെറ്റീരിയൽ നേച്ചർ. ഐ വിത്ത് മീ? കാരണം ജോയ് ഒരു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, ഹാപ്പിനെസ് is there when something happens. Hello? Happiness is dependent on happenings. Hello? Happiness is dependent upon happenings. Are you with me? സംഭവങ്ങൾ. അത് മലയാളത്തിൽ രണ്ട് സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ joy is something because the inner man is rejoicing.
in the Lord. It is not dependent upon happenings. It is not dependent upon the circumstances that is around you. സാഹചര്യങ്ങളല്ല എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ റൂഹയുടെ സന്തോഷം നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ അതിന് സന്തോഷം തരുന്നത്. ഇറ്റ് ഈസ് എനിക്ക് ആ യേശു എൻ്റെ കൂടെ ഉണ്ട്, ആ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള അറിവാണ്. So it is the rejoicing. The joy comes from the inner man. Are you mean? The inner man. അത് ആർക്കും കട്ടെടുക്കാൻ പറ്റുകയില്ല. പക്ഷേ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സംഭവങ്ങളുടെയാണ്. ഇന്ന് ഞാൻ പോയി എല്ലാ കാര്യങ്ങളും ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകണമെങ്കിൽ ഐ എം വെരി ഹാപ്പി. അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന് ആകെ പ്രശ്നമാണെങ്കിൽ ഐ എം സാഡ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണാൻ പോയി ആൾ നമ്മളെ ചീത്ത പറഞ്ഞു, യു ആർ സാഡ്. ഹലോ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല, യു ആർ സാഡ്. ഉദ്ദേശിച്ച കാര്യം എല്ലാം നടന്നു, യു ആർ ഹാപ്പി. So happiness is dependent upon happenings. But joy comes from the inner man. It comes something which happenings മാറാം, അല്ലേ, സാഹചര്യങ്ങൾ മാറാം. പക്ഷേ നമ്മളിലുള്ള ഉള്ളിലുള്ള ആ റിജോയ്സിങ് ഇൻ ക്രൈസ്റ്റ് ആർക്കും എടുത്ത് കളയാൻ പറ്റുകയില്ല. ഐ വിത്ത് മീ. സോ നമ്മൾ തേടേണ്ടത് ഹാപ്പിനെസ് അല്ല, നമ്മൾ ജോയ് ആണ് തേടേണ്ടത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. അല്ലേ, നെഹെമ്യാ പ്രവാചന പുസ്തകം 8-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. ജോയ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നിൽ ഉണ്ട് എന്നുള്ള അറിവിൽ നിന്ന് വരുന്ന ആ സന്തോഷമാണ് എൻ്റെ ശക്തി. എൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരിക്കാം, എങ്കിലും എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള അറിവ് എന്നെ ശക്തീകരിക്കുന്നതാണ്. അങ്ങനെ അനുഭവിച്ചവരുണ്ടോ? ഹല്ലേലൂയ, താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ മനസ്സിലാക്കണം, സന്തോഷത്തെ നമ്മൾ ഉള്ളിലുള്ള ജോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ എനിക്ക് നിങ്ങൾക്കും സന്തോഷം തരേണ്ട കാര്യമെന്ന് വെച്ചാൽ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഐ വിത്ത് മീ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇവിടെ പാപം ചെയ്യാത്ത ആരെങ്കിലും വ്യക്തിയുണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പം തന്നെ ഒരു വലിയ റിസപ്ഷൻ നടത്താം. ഹലോ. എല്ലാവരും പാപം ചെയ്തിട്ടുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവമഹത്വത്തിൽ വീണു പോവുക മാത്രമല്ല, പാപത്തിൻ്റെ വേദനമാകുന്ന മരണമായിരുന്നു നിൻ്റെ വക. ഐ വിത്ത് മീ. അപ്പോൾ അത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിച്ച് എനിക്ക് പാപമോചനം തരിക മാത്രമല്ല, എനിക്ക് നിത്യജീവൻ്റെ അവകാശിയാക്കുകയും ദൈവഭവനത്തിലെ ഒരു അംഗമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ സന്തോഷിക്കേണ്ട വല്ലതും ഉണ്ടോ? ഐ വിത്ത് മീ. കാരണം എന്താണ്, ഇറ്റ് ഇസ് സംതിങ് ഒരു താൽക്കാലികമായ ഒരു കാര്യമല്ല. എനിക്ക് നിത്യജീവൻ എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു കാര്യമാണ്. അത് എനിക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, വില ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ദൈവം എനിക്ക് സൗജന്യമായി തരുന്നതാണ്. അങ്ങനെ എന്നെ അത്രയധികം സ്നേഹിച്ച ദൈവം എനിക്ക് പകരക്കാരനായിട്ട് കുരിശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, അതുവഴി എനിക്ക് നിത്യജീവൻ അവകാശമുണ്ടെങ്കിൽ, അതിനേക്കാൾ കൂടുതൽ സന്തോഷം തരേണ്ട ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതാണ് ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത് എന്ന് പറയുകയാണെങ്കിൽ, ആ യേശു എനിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം റോമാക്കളുടെ 5-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ പാപികളായിരുന്നപ്പോൾ, ദൈവമായിട്ട് ശത്രുതയിലായിരുന്നപ്പോൾ ദൈവം എന്നെ അത്രയധികം സ്നേഹിച്ചു. എത്രയധികം സ്നേഹിച്ചു? അവൻ്റെ സ്വന്തം പുത്രനെ എനിക്ക് പകരക്കാരനായിട്ട് ആ കുരിശെ കയറ്റാനായിട്ട്. അയ്യുത് മീ. എങ്കിൽ അവനുമായിട്ട് രമ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുമാത്രമായിരിക്കും അവൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുക? അവൻ്റെ ക്രോധത്തിൽ നിന്ന് എന്തുമാത്രം ഞാൻ ഒഴിവാക്കപ്പെടും? ഐ വിത്ത് മീ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം തരേണ്ടത്. ദാറ്റ് ഈസ് ദ ജോയ്. അത് സാഹചര്യങ്ങളിലെ ഡിപ്പെൻഡൻ്റ് അല്ല. അത് എൻ്റെ ആ വിശ്വാസവും എൻ്റെ ആ യേശു ക്രിസ്തു എൻ്റെ ജീവിതം ചെയ്തതിനെക്കുറിച്ചുള്ള അറിവാണ്. ദാറ്റ് ഗിവ്സ് മീ ദ റിജോയ്സിങ്. അറിവ് മാറുമോ? ഹലോ, അറിവ് മാറുമോ? ഈ ഭൂമി വട്ടത്തിലുള്ളതാണെന്നുള്ളത് ആ അറിവ് മാറുമോ? ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും ഭൂമി വട്ടത്തിലാണെന്നുള്ളതാണ്, അല്ലേ? ഹലോ. അതുകൊണ്ട് ഭൂമി വട്ടത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് ഒരു അറിവ് ഈസ് നോട്ട് ചേഞ്ചിങ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്. ആ അറിവ് എനിക്കപ്പം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിവുണ്ടെങ്കിൽ ഞാൻ ഏത് സാഹചര്യം നല്ലതും, മേ ബി എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ ഉയർപ്പിലും എൻ്റെ താഴ്ചയിലും എല്ലാം ആ അറിവ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫാക്ടർ. ഐ വിത്ത് മീ. കാരണം ആ അറിവ് ഈസ് ദ ട്രൂത്ത്. ട്രൂത്ത് ഡസ് നോട്ട് ചേഞ്ച്. ഐ വിത്ത് മീ. നമുക്കറിയാം, പലപ്പോഴും നമ്മളോട് പറയുന്നതാണ്, ദർസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് ഫാക്ട്. ഐ വിത്ത് മീ. ഉദാഹരണം പറയുകയാണെങ്കിൽ എബ്രഹാം, ദൈവത്തിൻ്റെ വചനം വായിക്കണം, നമുക്കറിയാം എബ്രഹാമിൻ്റെ ശരീരം മരിച്ചതായിരുന്നു. സാറായിക്കാണെങ്കിൽ ഗർഭം ധരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ദാറ്റ് വാസ് വാട്ട് ദ ഫാക്ട്. ഐ വിത്ത് മീ. പക്ഷേ ഫാക്റ്റിനെ ഓവർ റൈഡ് ചെയ്യുന്ന, അതിനെ മറികടക്കുന്ന ഒന്നുണ്ട്, അതാണ് സത്യം. കാരണം സത്യം പറയുന്നത് എന്താണ്? നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും.
ആ കുഞ്ഞു വഴി നിനക്ക് സന്തതികളുണ്ടാകും. ആ സന്തതികളുടെ അളവ് ആകാശത്തിലെ നക്ഷത്രം പോലെ ആയിരിക്കും. ആ സന്തതിയുടെ അളവ് കടൽ തീരത്തെ മണൽത്തരി പോലെ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ട്രൂത്ത് വിൽ ഓൾവേസ് പ്രിവെയിൽ ഓവർ ദ ഫാക്റ്റ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ട്രൂത്ത് എനിക്കറിയാമെങ്കിൽ നിൻ്റെ ഫാക്റ്റാകുന്ന, നിനക്ക് ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടാകുന്ന ഫാക്റ്റ്, അല്ലെങ്കിൽ നിനക്ക് ഇന്ന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ള ഫാക്റ്റ്, അല്ലെങ്കിൽ നിനക്ക് മാനസികമായിട്ട് നീ വളരെ അസ്വസ്ഥതയാണെന്നുള്ള ഫാക്റ്റിനെ ഈ ട്രൂത്ത് വിൽ ഓവർകം. ഐ വിത്ത് മീ? ഹല്ലേലൂയ. കാരണം ഇന്ന് ദൈവം സന്തോഷിക്കേണ്ട കാര്യമാണ്. ഹലോ, നമ്മളിന്ന് ദൈവം പറയുന്നത് ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ദൈവത്തെ നമ്മൾ അത്രയും സ്നേഹിക്കേണ്ട ഒരു, നമ്മൾക്ക് വി ആർ ഓൾ എന്താ പറയുന്നത്, ഷുഡ് ബി ഇറ്റേർണലി ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ്. ആ യേശു എനിക്ക് വേണ്ടി മരിച്ചു. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു സത്യം ഇതാണ്, ഈ സന്തോഷം എന്ന് പറയുന്നത് എനിക്കറിയാമെങ്കിൽ ആ സന്തോഷം വിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, which overcome the truth of the love of God will overcome or prevail over the fact that you are going through a difficulty. നമ്മളൊരു പ്രയാസത്തിലൂടെ പോകുന്നതെന്നുള്ള ആ സത്യത്തിനെ മറികടക്കുന്നതാണ് ദൈവത്തിലുള്ള സന്തോഷം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്നാണ്, യേശു ക്രിസ്തുവിനെ തന്നെ എടുത്താൽ മതി ഉദാഹരണമായിട്ട്. എബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓത്തർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്, ഹൂ for the joy that was set before him endured the cross. Are you with me? ഒന്ന് വായിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും എന്തെങ്കിലും കുരിശുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ കുരിശിൻ്റെ അപ്പുറം ദൈവത്തിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കുരിശ് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കും. ഒന്ന് വായിച്ചേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കാം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അവമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ നേരെ വരുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലും എല്ലാം അതിനെ മറികടക്കാൻ പറ്റുന്നതാണ് സന്തോഷം. ആ സന്തോഷം എനിക്കെങ്ങനെ അനുഭവിക്കാൻ പറ്റുക? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് മാത്രം. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കട്ടെ, യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം അറിയാമോ നിങ്ങൾക്ക്? 16-21 സ്ത്രീകൾക്കുള്ളതാണ് വചനം. സന്തോഷത്തെക്കുറിച്ച് പറയുന്നതാണ്. നിങ്ങളെല്ലാവരും മിക്കവരും മക്കളെ പ്രസവിച്ചവരല്ലേ? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ചൈൽഡ് ബർത്ത്, ആ മക്കളെ പ്രസവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വേദന ആ അമ്മ ഒരിക്കലും ഓർക്കുന്നില്ല. കാരണം എന്താണ്? ഒരു ശിശു ജനിച്ചതിനെക്കുറിച്ചുള്ള സന്തോഷം. ഒന്ന് വായിച്ചത്. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ സമയമായിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. എന്നാൽ കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടത പിന്നീട് ഓർക്കുന്നില്ല. This is a very practical example. I am sure none of you women are even remembering the pain that you endured when you gave birth to a child. എന്താണ് കാരണം? എന്താണ്? ആ വേദനയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വേദന മറന്നു പോവുക. ബിക്കോസ് ആ വേദനയെ മറികടക്കുന്ന ഒരു സന്തോഷം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് നിത്യജീവന അവകാശമുണ്ട്. ഞാൻ ഈ പോകുന്ന പ്രയാസ വേലയെല്ലാം താൽക്കാലികമാണ്, ഇത് ശാശ്വതമായതല്ല. പക്ഷേ ശാശ്വതമായ ഒന്നുണ്ട്, അത് ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി വാഗ്ദാനം ചെയ്ത ആ വിശ്രമമാണെന്നും അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഹിബ്രായർക്കുള്ള 4-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളാകട്ടെ വിശ്വാസം വഴി ആ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ആ ദൈവം എനിക്ക് നിങ്ങൾക്കും വാഗ്ദാനം ചെയ്ത വിശ്രമം എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചൊരു ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് എന്തുമാത്രം സന്തോഷിക്കാൻ വകയുണ്ട്. അതുകൊണ്ടാണ് വേറെ ഒന്ന് സന്തോഷിക്കാനൊരു വക. റോമാർക്കുള്ള 8-ാമത്തെ അധ്യായം വായിക്കാൻ അവിടെ പറയുന്നുണ്ട്, ഇനി മുതൽ എനിക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. സഹോദര, ഇതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കാൻ വേറെ ഒന്നുമില്ല കേട്ടോ. ഹൈ വിത്ത് മീ. ദൈവത്തെ, യേശുവിനെ വ്യക്തിപരമായി അറിയാത്തൊരു വ്യക്തിയോട് മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോകുമെന്ന് പറയാൻ ഒന്നെങ്കിൽ അയാൾ പറയും അതോ എന്ന് പറയുന്നത് സ്ഥലമല്ല, എന്ന് പറയുന്നത് അറിയില്ലെന്നാ. ഹൈ വിത്ത് മീ. പക്ഷേ എനിക്ക് നിങ്ങൾക്കും ദൈവം സന്തോഷിക്കാൻ വക തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനും നിങ്ങൾ മരിക്കുമ്പോൾ ഇനി എനിക്ക് നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. അത് ദൈവം നിയമം അസാധുവാക്കിയതല്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന ആ ദൈവം എൻ്റെ നിങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തു.
2000 വർഷം മുമ്പ് ആ കുരിശേൽ ഏറ്റെടുത്തു. അതുകൊണ്ട് there is therefore now no condemnation for those who are in Christ Jesus, who walketh not according to the flesh but according to the Spirit. സഹോദരൻ, ഇതൊക്കെയാണ് സന്തോഷിക്കേണ്ടത്. അല്ലാതെ ഒരു ലോട്ടറി അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വല്ല ഒരു നല്ല കാറ് വാങ്ങിച്ചുകൊണ്ടോ, അതൊക്കെ ഹാപ്പിനെസ്സാണ്, ഹാപ്പനിങ്സ്. ആ കാർ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളുടെ മൂഡ് ഔട്ട് ആവും, അല്ലേ? ഹലോ, നിങ്ങളൊരു പുതിയ കാറ് വാങ്ങിച്ചു, നല്ല സന്തോഷമല്ലേ? അത് പോയി പുറത്തോട്ട് എടുക്കുമ്പോൾ തന്നെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ മൂഡ് ഔട്ട് ആകുകയില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പക്ഷേ ദൈവത്തിന് കൃപയുണ്ടായിരുന്നു. ഞങ്ങളൊരു പുതിയ കാറ് ഇനോവ വാങ്ങിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഒരാളെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോയതാണ്. പോകുന്ന വഴിക്ക് ഒരാൾ ഒരു ബൈക്ക് വട്ടം ചാടി, വണ്ടി നിർത്തി പുറകിൽ നിന്നിട്ടും. ഒരാഴ്ചയുള്ളൂ വാങ്ങിച്ചിട്ട്. പക്ഷേ ദൈവത്തിലായതുകൊണ്ട് സന്തോഷം പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, ഞാൻ വ്യക്തിപരമായി പറയുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കാഞ്ഞിരപ്പള്ളിയും തിരിച്ചും കൊണ്ട് വരുമ്പോൾ, പൊൻകുന്നം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വരാനു ഫ്രണ്ട് നിങ്ങൾക്കറിയാം, ഒരു മാരുതി വാൻ ഓടിച്ചു വരിക. അയാളെ കാണാൻ ഇങ്ങനെ വന്ന് ഒറ്റയിടി ഞങ്ങളുടെ കോളേജിൽ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട വന്നു. പക്ഷേ അയാളോട് സമാധാനത്തോട് പറഞ്ഞു. അവിടെ ജെയിംസ് ബ്രദർ ഉണ്ടായിരുന്നു, മരിച്ചുപോയ ദൈവത്തോട് യേശുവിനോടുകൂടെ ആയ ജെയിംസ് ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടുത്തെ പോലീസുകാർ കുറച്ച് വചനമൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ പറയുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ സന്തോഷം വേണം. ആ സന്തോഷം ഉണ്ടെങ്കിൽ ഈ കാറ് നല്ലതോ മോലോ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമല്ല. പല വ്യക്തികൾക്കും നമ്മളുടെ സന്തോഷം ഈ മെറ്റീരിയൽ തിങ്സിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അതിനെന്തെങ്കിലും കോട്ടം വന്നാൽ നമ്മുടെ സന്തോഷം പോകും. അതേസമയത്ത് നമ്മൾ യേശുവിൽ എൻ്റെ സന്തോഷം, യേശുവിലാണ് ഞാൻ സന്തോഷം കാണുന്നതെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ എന്തായാലും ഒരു കുഴപ്പമില്ല. ആർ യു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം സേയിങ്? അപ്പോൾ നമ്മളെപ്പോഴും ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത് എന്നുള്ളതായിരിക്കണം നമ്മൾ മസ്റ്റ് ബി വാട്ട് വി റിലൈ അപ്പോൺ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് വേറെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ആ നിത്യജീവൻ, ആ ദൈവവുമായിട്ടുള്ള രക്ഷയിലയുടെ അനുഭവം. അതുകൊണ്ടാണ് സങ്കീർത്തനം 51:12 ദാവീദ് പറയുകയാണ്, അല്ലേ? സങ്കീർത്തനം നമുക്കറിയാം, 51 ആ സാഹചര്യം എനിക്കറിയാം. ഇറ്റ് സേസ്, റിസ്റ്റോർ അൺടു മീ ദ ജോയ് ഓഫ് മൈ സാൽവേഷൻ. കാരണം അതാണ് ദാവീദ് ദൈവത്തോട് പറയുകയാണ്, നീ എന്ത് വേണേലും എടുത്തോ എന്നിൽ നിന്ന്, എൻ്റെ രാജ്യമെടുത്തോ, എൻ്റെ രാജ്യീയ പദവി എടുത്തോ, എനിക്കുള്ളതെല്ലാം എടുത്തോ, എങ്കിലും എനിക്ക് ഒരു കാര്യം മാത്രം, റിസ്റ്റോർ അൺടു മീ ദ ജോയ് ഓഫ് മൈ സാൽവേഷൻ. അപ്പോൾ വിശ്വാസത്തിൻ്റെ അതായിരിക്കണം. വി മസ്റ്റ് പ്രയോറിറ്റൈസ് അവർ ലൈഫ്സ്. ഐ വിത്ത് മീ, പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മളുടെ ഏറ്റവും വിലപിടിപ്പുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് നമ്മളുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ അതിനെ വേണം നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മൾ ജീവിക്കുവാനായിട്ട്. എന്നെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ രക്ഷയാണ്, അല്ലേ? നമ്മുടെ നിത്യജീവനാണ്. നിത്യജീവൻ്റെ ഉറവിടമാകുന്ന യേശുവാണ്. അപ്പോൾ യേശുവിനെ വേണം ഞാൻ കേന്ദ്രീകരിച്ച് എൻ്റെ ജീവിതം നയിക്കുവാൻ വേണ്ടി. ഐ വിത്ത് മീ? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എപ്പോഴും ആ സന്തോഷം ഉണ്ടാകും. ആർക്കും ആ സന്തോഷം എന്നിൽ നിന്ന് കവഞ്ഞെടുക്കാൻ പറ്റുകയില്ല. ഐ വിത്ത് മീ? ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പറയുന്നുണ്ട്, ആ പരിശുദ്ധാത്മാവ് എന്നെ എല്ലാ സത്യത്തിലേക്കും നയിക്കും. ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ജോൺ 16. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വന്തമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, എനിക്ക് നിങ്ങൾക്കും ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരാക്കുകയില്ല, നിങ്ങൾക്കൊരു സഹായകനെ തരും, ആ സഹായകൻ എന്നേക്കുമായിട്ട് നിങ്ങളോട് വസിക്കും. ആ സഹായകൻ എന്തിനാണ്? ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ ഹൂ വിൽ ബ്രിങ് ടു യുവർ റിമംബറൻസ് വാട്ട് എവർ ഐ ഹവ് സ്പോക്കൺ ടു യു. ഞാൻ നിങ്ങളോട് സംസാരിച്ചതെല്ലാം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വേണ്ടി ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ തരും. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും പ്രശ്നങ്ങളുള്ള പ്രയാസവേളയിൽ ആ പരിശുദ്ധാത്മാവ് എനിക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നെ ഓർപ്പിക്കും. ഐ വിത്ത് മീ? നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാനാണ് നിൻ്റെ സൗഖ്യദായകൻ, ഞാനാണ് യഹോവ റാഫ, ഞാൻ എൻ്റെ വചനം അയച്ച് നിന്നെ സൗഖ്യപ്പെടുത്തുന്നു ബ്രദർ, സൗഖ്യപ്പെടുത്തുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം സൗഖ്യത്തിൽ. കാരണം ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ ബ്രദറിൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, സച്ച് എ ബ്യൂട്ടിഫുൾ ടോക്ക്. എന്തായിരുന്നു സംസാരം? ദാറ്റ് നമ്മുടെ ദൈവം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടത്. നമ്മുടെ ദൈവം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്ന് ചെയ്ത പ്രവൃത്തികൾ ഇന്നും ചെയ്യും. ഐ വിത്ത് മീ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്.
അത് ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ, അവനിൽ ഞാൻ ആശ്രയിക്കുകയാണെങ്കിൽ, ആ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്ത വചനം വഴി വാഗ്ദാനം ചെയ്തൊക്കെ എൻ്റെ തക്ക സമയത്ത് അവൻ എന്നെ ഓർപ്പിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അയ്യുന്നീ ചിലപ്പോൾ നമുക്ക് എല്ലാം ഒരേ സമയത്ത് എല്ലാം അറിയുകയില്ലായിരിക്കും. പക്ഷേ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ എന്നെ ഓർപ്പിക്കും, പരിശുദ്ധാത്മാവ് ചെയ്യും. കാരണം സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം പറയുന്നത്, നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. അല്ലേ? നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. ആ സത്യം എന്താണ്? ഒരു നോക്കുകയാണെങ്കിൽ ആ സത്യം, ഏറ്റവും വലിയ സത്യം എന്താണ്? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അയ്യുന്നീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോഡ്സ് ലവ് ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്. നിനക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ വിശ്വാസിയാണെന്ന് പറയാം, നീ കള്ളം പറയാം. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ്. അയ്യുന്നീ കാരണം ചിലരോട് ചോദിക്കുകയാണ്, ഈ ഹോൾ ബൈബിൾ ഒറ്റ വചനത്തിൽ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ജോൺ 3:16 അല്ലേ? അതല്ലേ എല്ലാവരും പറയുക? ബിക്കോസ് ഗോഡ് സോ ലവ് ദ വേൾഡ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹിക്കാനായിട്ട്. ആ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രരാക്കുമെന്ന് പറയുന്നത് എന്ത് സത്യമാണ്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സത്യം. അയ്യുന്നീ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സത്യം നിന്നേക്ക് അറിവ് തരികയും ആ സത്യം നിന്നെ സ്വതന്ത്രരാക്കും. എന്തിൽ നിന്ന് സ്വതന്ത്രരാക്കും? നിന്നെ ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാക്കും. ഹലോ, നിന്നെ ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാക്കും. കാരണം എനിക്ക് ഭയമുള്ളത് കൊണ്ടാണ്. ഒരു നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വാസത്തിൻ്റെ വിപരീതമാണ് ഭയം. ഒരു വ്യക്തി എന്തിനാണ് കക്കുന്നത്? അവന് ഭയമുണ്ട്, കാരണം അവന് നാളെ തിന്നാനുള്ള വക കാണുകയില്ലെന്ന്. അതേസമയം അവൻ സമ്പന്നനാണെങ്കിൽ അവൻ കക്കാൻ പോവോ? ഇല്ല. ഫിയർ ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രരാക്കുമെന്ന് പറയുന്നത്. നീ സത്യം അറിയുന്നത് ദൈവം നിന്നെ സ്നേഹിക്കുന്നുള്ളത് സത്യം നീ അറിയുകയും അതുവഴി സ്വാതന്ത്ര്യം എവിടെയാണ്? യോഹന്നാന്റെ ലേഖനത്തിൽ 1 John 4:18 ആ സ്വാതന്ത്ര്യം നിനക്ക് കിട്ടും. ഒന്ന് വായിക്കാമോ? 1 John 4:18. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. അയ്യുദ്മി സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്ന് ചില വേർഷനിലുണ്ട്. ഇറ്റ് ബ്രിങ്സ് ഫിയർ ടു നത്തിങ്. ഓർ വേറെ പറയുന്നുണ്ട്, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയർ. പുറത്താക്കി കളയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതാണ് സത്യം. പലപ്പോഴും സത്യം എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട്, എൻ്റെ വചനമാണ് സത്യം, അല്ലേ? പക്ഷെ ആ വചനം എന്താണ് പറയുന്നത്? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സത്യം നീ മനസ്സിലാക്കണം. അപ്പോൾ നിനക്ക് ഭയത്തിന് ഇടയുണ്ടാകുകയില്ല. പിന്നെയും നമ്മൾ പറയുന്നുണ്ട്, ഗലേഷ്യൻസ് 5-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം പറയുന്നുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ എന്താണ്? ഫലം. പലരും ചിലർ പറയും ഫലങ്ങളെന്ന്. ഫലങ്ങളല്ല. ഒരു പ്ലാവേൽ മാങ്ങ ഉണ്ടാകുകയില്ല. പ്ലാവേൽ ചക്ക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചക്കയ്ക്ക് പല ക്യാരക്ടറിസ്റ്റിക്സ് കാണുമായിരിക്കും, അല്ലേ? മുള്ളുണ്ട്, അകത്ത് ഇതുണ്ട്, അതിനകത്ത് ചക്ക കുരുവുണ്ട്. അതോ ഞാൻ സ്നേഹം ചക്കയായിട്ടെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ദർ ഇസ് ഓൺലി ദ ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വചനം വായിച്ചറിയാം. ഇറ്റ് ഈസ് നോട്ട് പ്ലൂറൽ, ഇറ്റ് ഈസ് സിംഗുലർ. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ലവ്. കാരണം എന്താണ്? ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പല ദർ ആർ ഡൈമെൻഷൻസ് ഓഫ് ഹിസ് ക്യാരക്ടർ. ഐ വിത്ത് മീ? നമുക്കറിയാം യഹോവയ്ക്ക് പല നാമങ്ങളില്ലേ? ഹലോ, ഐ വിത്ത് മീ? അല്ല, പല യഹോവകളാണോ? എനിക്ക് സൗഖ്യം തരുന്നൊരു യഹോവ, വേറൊരു യഹോവ എൻ്റെ ഇടയനാണ്, വേറെ യഹോവ എൻ്റെ സൗഖ്യദായകനാണ്, വേറെ ഒരു യഹോവ എൻ്റെ റോഹിയാണ്. അങ്ങനെയല്ല. ഹലോ, യഹോവ ഒരാൾ. ആ ഒരേ ദൈവത്തിന് പല സ്വഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം എന്താണ്? ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഇസ് ലവ്, ജോയ്, പീസ്, അല്ലേ? പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഹ്യൂമിലിറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ. ഐ വിത്ത് മീ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് സന്തോഷം. ഇവിടെ ദൈവത്തിൻ്റെ മക്കൾ എത്ര പേരുണ്ട്? ഓക്കെ, ഉറങ്ങാത്തവരൊക്കെ കൈപൊക്കിയിട്ടുണ്ട്. ആ ഒരു കൊച്ചു മാത്രമേ ഉറങ്ങുന്നുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദർ ഇസ് എ ടെസ്റ്റ്, ദർ ഇസ് എ ലിറ്റ്മസ് ടെസ്റ്റ്. എന്താണ്? റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ
എനിക്കും നിങ്ങൾക്കും ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം ഉണ്ടാവും, ഇല്ലേ? ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവമാണ് ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അല്ല നയിക്കപ്പെടുന്നത്. പക്ഷേ വേറൊരു ആത്മാവുണ്ടല്ലോ, വേറൊരു അപ്പനുണ്ടല്ലോ, അല്ലേ? യോഹന്നാൻ 8:44 ഒരു അപ്പനുണ്ടല്ലോ. ആ അപ്പൻ്റെ ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. ഐ വിത്ത് മീ? പലർക്കും ഇന്ന് പിശാചിനെ കുറിച്ച് പറയുന്നത് വലിയ പിശാചില്ലാന്ന് തന്നെയാണ്. പിശാചുണ്ട്, ഈസ് വെരി മച്ച് ചെയ്യുക. പക്ഷേ ഈ മുറിയിലില്ല കേട്ടോ, പുറത്തുണ്ട്. അവൻ കാത്തു നിൽക്കുക നീ പുറത്തോട്ട് വരാൻ, ഇവിടെ നീ കേട്ട വചനങ്ങളൊക്കെ നിന്ന് കൊത്തിക്കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവങ്ങളുണ്ടാവും. അതിലൊരു സ്വഭാവം എന്താണ്? സന്തോഷം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ തീർച്ചയായിട്ടും വി മസ്റ്റ് ചെക്ക്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നിൽ വസിക്കുന്നത് എന്താണ്? നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ ദൈവത്തിനൊരു നാമം കൊടുത്തിട്ടുണ്ട്, ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ, അല്ലേ? എന്നിൽ വസിക്കുന്ന ആ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ദാറ്റ് ഈസ് യു ആൻഡ് ഐ മസ്റ്റ് ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് 2-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നിനക്ക് എൻ്റെ മകൻ യേശുവിൻ്റെ മനസ്സുണ്ടാകണം. കാരണം എന്താണ്? എൻ്റെ മൂത്ത ചേട്ടൻ്റെ പേരെന്താണ്? ഹലോ, അത് നമുക്ക് ആ ധൈര്യം വേണം. നിങ്ങളുടെ മൂത്ത ചേട്ടൻ്റെ പേര് യേശുവാണെന്ന്. ഹല്ലേലൂയ. കാരണം നമ്മളുടെ പിതാവ് ദൈവമാണ്. അതിന് എന്നാ പറയുന്നത്? നമ്മൾ ഒരിടത്തും പോകണ്ട സംശയം തീർക്കാനായിട്ട്. നമ്മൾ യോഹന്നാൻ്റെ ലേഖനം സുവിശേഷം വായിച്ചാൽ മതി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ പോവുകയാണ്. എങ്ങോട്ടാണ്? എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന്. അയ്യുന്നേ ഒന്ന് വായിച്ചത് ഫിലിപ്പീൻസ് 2:2. നിങ്ങൾ ഏക മനസ്സും ഏക സ്നേഹവും ഉള്ളവരായി ആത്മാവിൽ ഐക്യം പ്രാപിച്ച് ഏക ലക്ഷ്യമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? വൺ മൈൻഡ്. ഒരേ ദൈവത്തിൻ്റെ, യേശു ചിന്തിക്കുന്നത് പോലെയും യേശു പ്രവർത്തിക്കുന്നത് പോലെയും യേശു സംസാരിക്കുന്നത് പോലെയും എല്ലാം ഞാനും നിങ്ങളും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണതയിലേക്ക് വരുന്നത്. ഐ വിത്ത് മീ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ യേശുവിൻ്റെ മനസ്സ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. അപ്പോൾ യേശു എങ്ങനെ ആ യോർദാൻ നദിയിൽ ആ വെള്ളത്തിൽ നിന്ന് സ്നാനമേറ്റ് കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോൾ ആകാശം തുറന്ന് പിതാവ് അവിടെ പറഞ്ഞു, ദിസ് ഇസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ എം വെൽ പ്ലീസ്ഡ്. അത് തന്നെ എനിക്കും നിങ്ങൾക്കും കേൾക്കുവാൻ അവകാശമുണ്ട്. എന്താണ്? ദാറ്റ് യു ആൻഡ് ഐ ആർ പ്ലീസിങ് ടു ഹിം. എപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രീതി എനിക്ക് നേടാൻ പറ്റുന്നത്? വിശ്വാസം വഴി. യോഹന്നാൻ നമുക്കറിയാം, ഹെബ്രായരുടെ ലേഖനം 11-ാമത്തെ അധ്യായം പറയുന്നുണ്ട്, 6-ാമത്തെ വചനം, വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. അതുപോലെ തന്നെ എനിക്ക് യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദാറ്റ് ഐ വിൽ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഐ വിത്ത് മീ? യേശുവിൻ്റെ മനസ്സ് എനിക്കുണ്ടാകും. അതാണ് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം എനിക്കുണ്ടാകും. ഐ വിത്ത് മീ? ഹല്ലേലൂയ.